രാഹുലിനെ ഒതുക്കി കോൺഗ്രസിനെ ഒതുക്കുവാൻ കേരളത്തിലെ അമ്മമാർ. പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടം എന്ന യുവനേതാവിനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 5 മാസത്തിന് മുമ്പ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ യജ്ഞം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു, വി ഡി സതീശൻ എന്ന് പറയുന്ന കുഴിപ്പുളവൻ പിണറായി വിജയന് 3ാം തുടർഭരണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ആ ലിംഗറി വിപ്ലവത്തിന്റെ നായകനായ വി ഡി സതീശൻ ജനശ്രദ്ധ തിരിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തേൻകണി ഒരുക്കി അയാളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു തിരക്കഥ തയ്യാറാക്കി അതിനു വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ചെയ്തു. അത് മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിന് എക്സ്ക്ലൂസീവായി നൽകി ഇത് പുറത്തുവിട്ട് ആ വാർത്ത വന്ന ആ ദിവസം തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. പിന്നെ ഓരോ ദിവസവും 105 ദിവസത്തോളം പരാതിക്കാരുമില്ലാതെ ഇരുന്നു. ആ സമയം അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. ഒരു കീഴ്ക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താൽ തിടുക്കപ്പെട്ട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവർ ആ ലക്ഷ്യം നിറവേറ്റി. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഇവർ നാണം കെട്ടു. ഇവരിറക്കിയ തേൻകണിക്കാരികൾ നാണം കെട്ടു. ഇവരാരോപിച്ച ആ റേപ്പ് കേസ് ഇവർക്ക് തെളിയിക്കുവാൻ സാധിച്ചില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതി അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ കോടതിയിൽ കനത്ത തിരിച്ചടി നേരിട്ടിട്ടും യഥാർത്ഥത്തിൽ മാസങ്ങളോളം കേരള സംസ്ഥാനത്തെ, കേരള രാഷ്ട്രത്തെ പിടിച്ച് കുലുക്കിയ, ഇത്രയും വലിയ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയ ആ വിഷയത്തിൽ കോടതിയിൽ നിന്നും ഇത്രയും അനുകൂലമായ ഒരു വിധി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ അത് ഉപയോഗിച്ചില്ല, അതിനെ വേണ്ട വിധം പ്രൊപ്പഗേറ്റ് ചെയ്തില്ല? തങ്ങളുടെ യുവനേതാവിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയ, പ്രതിസന്ധിയിലാക്കിയ, നാണം കെടുത്തിയവന്മാർക്ക് ആ കോടതി വിധി വെച്ച് തന്നെ ചുട്ട മറുപടി നൽകാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ സതീശൻ നടത്തുന്ന ആ തേൻകണി യാത്രയിൽ ഈ വേട്ടയാടൽ വിഷയമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് UDF എന്തുമാത്രം പ്രയോജനം കിട്ടുമായിരുന്നു. പക്ഷേ ഇവരാരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരക്ഷരം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം അവർ മിണ്ടുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഈ വിഷയം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു ചർച്ചാ വിഷയം ആകാത്തത്? മാസങ്ങളോളം തങ്ങളുടെ യുവനേതാവിനെ വേട്ടയാടിയ, പാർട്ടിയെ നാണം കെടുത്തുവാൻ ശ്രമിച്ച ഈ വിഷയത്തിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഇവർ അതിനെ ഉപയോഗിച്ചില്ല? അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. വീണ്ടും പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ, കേരളത്തിൽ BJPക്ക് വേരോട്ടമുണ്ടാക്കുവാൻ ഈ നാണംകെട്ടവന്മാർ, വി ഡി സതീശനും KC വേണുഗോപാലും അടങ്ങുന്ന ഉപജാപക സംഘം 2 കൈയിൽ നിന്നും ആയിരക്കണക്കിന് കോടികൾ വാങ്ങി ഈ സംസ്ഥാനത്തെ വീണ്ടും ഈ പിണറായി വിജയന്റെ അധമഭരണത്തിലേക്ക് തള്ളിവിടുവാൻ വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിനുള്ള വഴിവെട്ടി കൊടുക്കുന്നു ഈ നരാധമന്മാർ. എന്നിട്ട് പറയുന്നു, ടീം UDF സർപ്രൈസ്ഡ് ആയിട്ടുള്ള സാധനം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എടാ, 25 കൊല്ലം ഇവിടെ കിടന്ന് നീ നിരങ്ങിയിട്ടും ഇവിടുത്തെ ഒരു സാധാരണക്കാരന് ഒരു മിഠായിയുടെ പ്രയോജനം പോലും ചെയ്യാത്ത നാണം കെട്ടവനെ, നിനക്കിനി ഭരണം കിട്ടിയാൽ നീ എന്നെ ഒലത്താനാണ് എന്ന് കേരളത്തിലെ ഓരോ അമ്മമാരും ഈ തേൻകണി യാത്ര പോകുമ്പോൾ ഈ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനോട് വിളിച്ചു ചോദിക്കുകയാണ്. യാതൊരു ഐക്യവുമില്ലാത്ത അനൈക്യ മുന്നണി ഈ പാർട്ടിയിലെ സകല മുതിർന്ന നേതാക്കന്മാരെയും യുവ നേതാക്കന്മാരെയും തേൻകണിയിൽപ്പെടുത്തി അതിൻ്റെ CD-യുമായി എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് പാർട്ടിയെ മുഴുവൻ തന്നിലേക്ക് സ്വാംശീകരിച്ച, ക്രോഡീകരിച്ച, ഏകീകരിച്ച നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തെക്കാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ ജീവൻ മരണ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത്
ഒരു പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ, ഒരു തേൻകണിക്കാരൻ ഈ കേരളത്തിലെ ജനങ്ങളെയെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആ പിണറായിയുടെ ദുർഭരണത്തിലേക്ക് ഇട്ടുകൊടുക്കുവാനുള്ള സാധ്യതകളാണ് നാം കാണുന്നത്. അതിനൊരു അവസരമുണ്ടാക്കി കൊടുക്കരുത്. കേരളത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ടുന്ന ഒരു സമയമാണ്. രാഹുൽ ഇപ്പോഴും ഒരുപക്ഷെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാവാം. അവസാന നിമിഷമെങ്കിലും തൻ്റെ കാര്യം പരിഗണിക്കുമെന്നോർത്ത്. രാഹുലെ, നീ കാണിക്കുന്നത് മണ്ടത്തരമാണ്. ഇനിയും ഈ തേൻകണിക്കാരനെ വിശ്വസിച്ച് അവൻ്റെ ചെരുപ്പ് നക്കിയാകുവാൻ ശ്രമിച്ചാൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവനേതാവിനെ കേരളത്തിലെ ജനങ്ങൾ പച്ചയ്ക്കിവിടെ അവരുടെ മനസ്സിൽ കുഴിച്ചു മൂടുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനു ശേഷം നിങ്ങൾ രാഷ്ട്രീയ കേരളത്തിലേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാൽ നിങ്ങളുടെ അവസാനമാണ് എന്നാണ് ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന അന്ത്യശാസനം. ആ പഴയ വീറോടും വാശിയോടും കൂടി ആ ഉരുളയ്ക്ക് ഉപ്പേരി മറുപടി കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്രകാരം ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് അവർ സ്വപ്നം കാണുന്നത്. അപ്രകാരം ഒരു രാഷ്ട്രീയ നേതാവിനാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ പ്രസക്തിയുള്ളതെന്ന് മനസ്സിലാക്കി ധൈര്യമായി മുന്നോട്ട് വരിക. ഈ പഴയ നെട്ടൂർ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഇപ്പോൾ നടത്തുന്ന ഈ പൊറാട്ട നാടകങ്ങൾക്കൊക്കെ ജനങ്ങൾ ഇതിൻ്റെ വില പോലും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങി വരിക. ഇവന്മാർക്കില്ലാത്ത മര്യാദയും ഒക്കെ നിങ്ങൾക്കെന്തിനാണ്? 5 മാസക്കാലം വേട്ടയാടി നശിപ്പിക്കുവാൻ ശ്രമിച്ച ഈ നരാധമന്മാർ, നിന്നെ ശത്രുക്കൾക്ക് കൊല്ലുവാൻ എറിഞ്ഞിട്ട് കൊടുത്ത് നിന്ന് ഇളിച്ചവന്മാർ, സകലമാന തൊട്ടിത്തരങ്ങളും കാണിച്ച് വ്യഭിചാരപ്പണിയുമായി നടന്ന കിങ്ങിണിക്കുട്ടനും ഉണ്ണിത്താനും ഈ പറവൂരിലെ താരക പെണ്ണാളുടെ പ്രിയപ്പെട്ടവനായ താരകേശനും ഒക്കെ ചേർന്ന് നിനക്കെതിരെ ചാരിത്ര പ്രസംഗം നടത്തുമ്പോൾ ഇനിയും കണ്ണുമടച്ച് മിണ്ടാതിരിക്കരുത്. ധൈര്യപൂർവ്വം ഇറങ്ങി വരുവാൻ കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട്ടെ അമ്മമാർ ഒന്നടങ്കം നിന്നോട് ആവശ്യപ്പെടുകയാണ്. ദിസ് ദ ഹൈ ടൈം. ഒരു അവസാന ശാസനം എന്ന നിലയ്ക്ക് ജനങ്ങൾ നൽകുന്ന ഒരറിയിപ്പാണ്. രാഹുൽ എന്ത് തന്നെ കാരണത്താലാണ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതെങ്കിലും അതിന് പ്രസക്തിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, പിഷാരടി എന്ന വളിപ്പനെ കോമാളിയെ പാലക്കാട്ട് നിർത്താൻ പോവുകയാണെന്ന്. ഒന്ന് ഓർത്തു നോക്കുക. ആ ധർമ്മജൻ ഈ പണി പറ്റത്തില്ല എന്നുകൊണ്ട് മീൻകട തുടങ്ങി. ഇപ്പോൾ ഈ പഴയ വളിപ്പൻ ഇനി ഇതിനകത്ത് പിടിച്ചു പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നോക്കുകയാണ്. ധർമ്മജൻ തുടങ്ങിയ പോലെ വല്ല മീൻകടയും പോയി തുടങ്ങും പിഷാരടി. ഈ രാഷ്ട്രീയ കേരളം വിട്ടു നോക്കുന്നത് രാഹുലിനെ പോലെയുള്ള മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരെയാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല എന്ന് സ്വയം തിരിച്ചറിയുക. നിന്റെ വളിപ്പ് കേട്ട് ജനങ്ങൾ ചിരിക്കുമായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റീഷ്യനായിട്ട് വേണ്ടുന്നത് ഒരു വളിപ്പനെയോ ഒരു കോമാളിയെയോ ഒരു ജോക്കറെയോ അല്ല. ഇതൊരു ഒരു 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 കോമഡി കച്ചവടമല്ല. പിഷാരടി എന്ന് പറയുന്നത് നല്ലൊരു കൊമഡിയനാണ്, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഒരു ഫിലിം ഡയറക്ടറെന്നോ അഭിനേതാവെന്നോ ഒരുപക്ഷെ മലയാള സിനിമാ പ്രേക്ഷകരാരും സമ്മതിച്ചു തരത്തില്ല. കാരണം അതിന് കൊള്ളാവുന്ന വേറെ ആമ്പിള്ളാരും കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അവനവന് പറ്റുന്ന പണി പിഷാരടി ചെയ്യുക. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേപോലുള്ള വാലുകളെയൊക്കെ പെറുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം കോമാളിത്തരങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ആകർഷിക്കുവാനായി ഈ നേതാക്കന്മാർ പിഷാരടിയെ ചിലപ്പോൾ പരസ്യപ്രചാരണത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അതിൻ്റെ അപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന ഒരു പേരിൽ ഒരു സീറ്റ് കിട്ടിയാൽ ഞാൻ മത്സരിക്കുമെന്നൊക്കെ പറയുന്നത് പരിഹാസ്യമായി പോയില്ലേ പിഷാരടി? അതുകൊണ്ട് പറ്റാവുന്ന വളിപ്പൊക്കെ നടത്തി ജീവിച്ചു പോവുക. ഈ രാഷ്ട്രീയ കേരളത്തിൽ അതിന് പറ്റിയ മിടുക്കന്മാരായ ആളുകൾ പ്രത്യേകിച്ച് ഇന്ന് കോൺഗ്രസ്സിലുണ്ട്. അവരുടെ എല്ലാം അവസരം നിഷേധിച്ച് ഈ പറവൂരിലെ നെട്ടൂർ കേക്കച്ചൻ ഇതുപോലെയുള്ള കിരാതങ്ങളെ കൊണ്ട് തിരഞ്ഞെടുപ്പിന് കെട്ടിയിറക്കിയാൽ കനത്ത പരാജയം നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ITV ന്യൂസ് ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോട് പ്രതികരിക്കുവാൻ കാരണം കഴിഞ്ഞ 10 കൊല്ലം പിണറായി എന്ന ദുർഭൂതത്തിൻ്റെ കീഴിൽ ശ്വാസം മുട്ടിക്കിടക്കുന്ന ജനങ്ങളിൽ ഒരുവരാണ് ഞങ്ങളും. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒരു ഭരണമാറ്റം ഇവിടെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ നാണംകെട്ട പറവൂർ കേക്കച്ചൻ അവന് മുഖ്യമന്ത്രി കസേര കിട്ടില്ല എന്ന ആ ഒറ്റ കാരണത്താൽ ഇവൻ ആ മാമാപ്പണി ചെയ്യുകയാണ്. പിണറായിക്ക് ഈ സംസ്ഥാനത്തെ കൂട്ടിക്കൊടുത്ത് വീണ്ടും മൂന്നാമതും തുടർഭരണം ഒരുക്കുവാനുള്ള അവസരം ഇയാൾ ഒരുക്കുകയാണ്.
അതുകൊണ്ട് കേരളത്തിലെ അമ്മമാർ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീജനങ്ങൾ പ്രതികരിക്കേണ്ടുന്ന സമയമാണ്. തേൻകണികാരികളെ ഇറക്കി ഒരു യുവനേതാവിനെ തേൻകണിയിൽപ്പെടുത്തി ആ വിഷയത്തിലേക്ക് 4-5 മാസം ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിയിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവ്. ഓർക്കുക, 25 കൊല്ലം സാമാജികനായി ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇയാളെ നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് 2016 പിണറായിക്ക് തുടർഭരണം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവിനേക്കാൾ ആവേശത്തോടെ പിണറായി ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ സംസ്ഥാനമാണിതെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഇയാൾ വന്നിറങ്ങി നടത്തിയ ആ പ്രസ്താവനകളാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതും ഇടതുപക്ഷത്തിന് അടിക്കുവാനുള്ള വടിയായി മാറിയതും അതുപയോഗിച്ചവർ ഭരണം കരസ്ഥമാക്കിയതും. സോളാർ നായികയെ ഇറക്കി ആ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതും ആ മനുഷ്യൻ മനം നൊന്ത് ഒരു രോഗിയായി അവസാനം മരിച്ചതും നാം കണ്ടു. എന്നിട്ടും പാഠം പഠിക്കാത്ത ഈ കോൺഗ്രസ്സുകാരും കേരള ജനതയും വീണ്ടും ഈ നെട്ടൂർക്കച്ചൻ്റെ ഈ തേൻകണി പരിപാടിയിൽ വീണ് ഒരു പാപത്തെ ബലി കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള നാളുകൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ദയവായി ഈ വാർത്ത പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. പാലക്കാട്ട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മലയാളികൾക്കും എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലെ പറയുവാൻ ഇന്ന് കേരളത്തിലെ ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും സാധ്യമല്ല. കാരണം അവയെല്ലാം പ്രവർത്തിക്കുന്നത് ഇതുപോലെയുള്ള ഓരോ അധമന്മാരുടെയും ഫണ്ട് മേടിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് സത്യസന്ധമായ കാര്യങ്ങൾ പറയുവാൻ സാധ്യമല്ല. അവർക്ക് പണം നൽകുന്ന മുതലാളിമാർ പറയുന്ന, ഒന്നോർക്കുക, ഏഷ്യാനെറ്റിലെ വിനു ബിജോണിന്റെയും സുരേഷിന്റെയും പ്രചോദിന്റെയും ഒക്കെ അവസ്ഥ നോക്കുക. അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആ അധമന്മാരുടെ അവന്മാർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ഛർദ്ദിക്കുക എന്ന പണി മാത്രമാണ് ഗതികെട്ടവന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. റിപ്പോർട്ടർ ചാനലിലെ ആ മൊട്ടത്തലയെന്ന് ഓർക്കുക, നല്ല ഒരു അധ്യാപക ജോലിയും കളഞ്ഞാണ് ഈ മരമുറി കൊള്ളക്കാരന്മാരുടെ, കാട്ടുകള്ളന്മാരുടെ. ഓർക്കുക, അവൻ 24 ചാനലിലിരുന്ന് ഇവനെ കൊള്ളക്കാര, തെമ്മാടി എന്നൊക്കെ വിളിച്ചവൻ ഇന്ന് അവരുടെ ചെരുപ്പ് നക്കി അവരുടെ മുഖ്യ ചീഫ് ന്യൂസ് എഡിറ്ററായിട്ട് നിന്ന് അവന്മാരുടെ സ്ക്രിപ്റ്റ് വായിക്കുകയാണ്. 24 ചാനൽ ചിട്ടിമുതലാളിയെ മുന്നിൽ നിർത്തി ഒരു മുഖ്യന്റെ പണം കൊണ്ട്, കള്ളപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനൽ. ഇങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാലും ഓരോരോ ലക്ഷ്യവും ഓരോരോ താല്പര്യവും വെച്ച് ഓരോരോ തീവെട്ടികൾ നടത്തുന്ന ചാനലിൽ ഇരുന്നുള്ള വാർത്താ തൊഴിലാളികൾ. ഇപ്പോൾ ഇതാ ബിഗ് TV എന്നും പറഞ്ഞ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. മുട്ടിൽ മരമുറി ചാനൽ പ്രസവിച്ചതുപോലെയുള്ള ഒരു കിരാത ചാനൽ അവിടുത്തെ വാർത്താ തൊഴിലാളികളെ, അതായത് നല്ല നാവാട്ടക്കാരായ ആളുകളെ വലിയ ശമ്പളമൊക്കെ കൊടുത്ത് കൊണ്ടുപോയിരുത്തി ഒരു സൈഡിൽ നിന്ന് അവരും ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയുള്ള പണികൾ ആരംഭിച്ചു. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, സത്യസന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളപ്പണക്കാരൻ്റെ പണം കൊണ്ട് അവന്മാരും ഒരു സൈഡിൽ ഇരുന്ന് പണികൾ തുടങ്ങി. പക്ഷേ ഇവരെല്ലാം ശ്രമിക്കുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വിഷം കലക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ഇവന്മാർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടു, 24 ചാനൽ പിഷാരടിയെ പാലക്കാട്ട് നിർത്തുമെന്നും പറഞ്ഞ് 24 ചാനലുകാരൻ കൊടുത്തു. അതിൻ്റെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവന്മാർ എല്ലാം കോപ്പിയടിച്ച് അതേ വാർത്ത കൊടുത്തു. ഇന്നലത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ പിഷാരടി പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുമോ എന്നായിരുന്നു. അതിനുശേഷം ഞങ്ങളാണ് പ്രസ്താവിച്ചത്, ഇതൊരു സാമ്പിളിംഗ് ആണ്, ഇതൊരു പരീക്ഷണമാണ്. ഇപ്രകാരം ഒരു റൂമർ പടച്ചുവിട്ടാൽ ജനങ്ങൾ എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു, ആ വാർത്ത സംപ്രേഷണം ചെയ്ത ചാനലുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ എന്താണ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സർവേ ആണ്. അതിൽ നിന്ന് അവർക്ക് ഒരു അനുമാനത്തിലെത്താം. അപ്രകാരം ഒരു നടപടിയിലേക്ക് പോയാൽ എന്താകും റിയാക്ഷൻ എന്ന്. അപ്രകാരം ഒരു ആക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന മാതിരി അവർക്കൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള ഒരു കളിയാണെന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പറഞ്ഞത് സത്യം വെച്ചുകൊണ്ട് രമേശ് പിഷാരടി തന്നെ പറഞ്ഞു, എന്നെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരും ഈ ആവശ്യം പറഞ്ഞ് സമീപിച്ചിട്ടില്ല. അപ്രകാരം പക്ഷേ എന്നെ നിർബന്ധിച്ചാൽ ഞാൻ നിൽക്കാൻ തയ്യാറാണ് എന്നൊക്കെ തരത്തിൽ അയാൾ പറഞ്ഞു. പക്ഷേ ഇത് VD സച്ചിദാനന്ദൻ ടീമിൻ്റെ കുബുദ്ധി തന്നെയാണ്. അവർ ഒന്ന് ഇട്ടു നോക്കുകയായിരുന്നു. അവിടെ പിഷാരടിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ നിർത്തിയാൽ അതുകൊണ്ട് ജനങ്ങൾ സമാധാനിക്കുമോ എന്ന്. ഇല്ല, ഇവന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അപ്രകാരം സംഭവിച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയെങ്കിൽ അവർ ഉജ്ജ്വല വിജയം നേടുമെന്ന് ബോൾ ബൗൺസ് ചെയ്യുന്ന മാതിരി പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്നു. യഥാർത്ഥത്തിൽ ഇത് കേൾപ്പാൻ ചെവിയുള്ള കോൺഗ്രസ് നേതൃത്വം കേൾക്കണം.
ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നിനക്കൊക്കെ നന്നാകാനാണെങ്കിൽ ആവശ്യത്തിനുള്ള സമയമുണ്ട്. ഇതുപോലുള്ള തീവട്ടികളെ, ഇതുപോലുള്ള ചെരുപ്പ് നക്കികളെ, അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ കെട്ടിയിറക്കി UDF സ്ഥാനാർത്ഥികളായി നിർത്തിയാൽ വീണ്ടും പിണറായി വിജയന് തുടർഭരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, രാഹുൽ വിഷയം എന്ന് പറയുന്നത് പാലക്കാട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. രാഹുൽ വിഷയം എന്ന് പറയുന്നത് ഇന്ന് മലയാളികൾ എവിടെയൊക്കെയുണ്ടോ, ഏതൊക്കെ ലോകരാജ്യങ്ങളിലുണ്ടോ അവിടെയെല്ലാം ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ രാഹുൽ വിഷയമാണ്. അവരുടെ എല്ലാം ഉള്ളിലുണ്ട് ഒരു കനത്ത നീതി നിഷേധമുണ്ടായി. രാഹുൽ ചെയ്തത് ശരിയാണ് എന്ന് ഒരാളും ന്യായീകരിക്കില്ല, ഞങ്ങൾ ന്യായീകരിക്കില്ല. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ടതായ ചില സാമാന്യ മര്യാദകൾ ലംഘിക്കപ്പെട്ടു, അതിന് കളങ്കം വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ തൻ്റെ ആ പ്രായ ചാബല്യം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചെങ്കിൽ അയാൾ പറയുന്നത് പോലെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കെതിരായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. നിയമവ്യവസ്ഥകൾക്കെതിരായി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയുടെ പ്രഥമ ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആ ചെയ്ത തെറ്റ് രാഹുലിനെ സംബന്ധിച്ചോളം രാഹുലിന് വേണേൽ തുടക്കത്തിൽ തന്നെ അത് നിഷേധിക്കാമായിരുന്നു. അയാൾ അത് നിഷേധിച്ചില്ല. അയാൾ അന്നേരവും നിശബ്ദനായി നിന്നു. അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ചു, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കെതിരെയുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടില്ല. അതെ, അയാൾ പറഞ്ഞ ആ കാര്യം ശരിയായി എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചു. കോൺഗ്രസിലുള്ള ഇന്ന് പോയുള്ള പല നേതാക്കന്മാരും ഇതുപോലെ തുറന്നു പറയുവാൻ അവർക്ക് മനസ്സ് കാണുമോ? അവർ തുറന്നു പറഞ്ഞില്ലെങ്കിലും അവർ ചെയ്തു കൂട്ടിയ ആ കാര്യങ്ങൾ ഇന്നും ഇവിടെ പൊതുമണ്ഡലത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവന്മാർ ആരൊക്കെയായിരുന്നു, ഇവരുടെ പ്രവർത്തന ശൈലികൾ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള മ്ലേച്ഛതകൾ ഇവർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളപ്പോൾ ഇവന്മാരാണ്, ഈ കളങ്കിതരാണ് രാഹുലിനെതിരെ ചരിത്ര പ്രസംഗം നടത്തുന്നത് എന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു നീതി നിഷേധമുണ്ടായി. രാഹുൽ എന്ന ചെറുപ്പക്കാരനെ ഗൂഢലക്ഷ്യത്തോടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിതമായുള്ള ഒരു ആക്രമണമാണിത്. ഇതിൻ്റെ പിന്നിൽ VD സതീശനാണ്. VD സതീശൻ ഇത് ചെയ്യുന്നത് പിണറായി വിജയന് വേണ്ടിയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കളായ BJPയും അതിൻ്റെ അവസരം വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യം പച്ചപരമാർത്ഥമായ ആ സാഹചര്യത്തിൽ പാർട്ടി, പ്രായ, ലിംഗഭേദമന്യേ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ വിഷയത്തിൽ രാഹുലിനൊപ്പം നിൽക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഇന്ന് കൃത്യമായി പറഞ്ഞാൽ 201 ദിനമാണ്. മിഷൻ 250 നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 141 ദിനം. അതിനു മുമ്പ് മിഷൻ 60 എന്ന പേരിൽ രാഹുലിന് നേതൃത്വം തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 60 അവസാനിച്ചു. അത് ആ 60 ദിവസത്തിലും തീരത്തില്ല എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് വരെയുള്ള ആ ദിനങ്ങൾ കണക്ക് കൂട്ടി മിഷൻ 250 എന്ന പേരിൽ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആ മിഷൻ 250യുടെ 141 ദിനമാണ്. മൊത്തത്തിൽ ITV ന്യൂസ് ഈ വിഷയത്തിന് വേണ്ടി സധൈര്യം നിലപാട് മാറാതെ നിന്നിട്ട് 201 ദിനമാണ് ഇന്ന്. ഒരുപക്ഷെ ലോക മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം ഒരു മാധ്യമം, ഒരു വിഷയം അതിലൂന്നി നിലപാട് മാറാതെ ഇത്രയും ചെറിയ ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ, എനിക്കെതിരെ ഇതിനോടകം 4 ജാമ്യമില്ലാ കേസുകൾ വന്നു. VD സതീശന്റെ ഗുണ്ടകളുടെ ആക്രമണം ഫേസ് ചെയ്യേണ്ടതായി വന്നു. ചീത്തവിളികൾ നേരിടേണ്ടതായി വന്നു. പലതരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷെ അതിലൊന്നും കുലുങ്ങാതെ, അതിനൊന്നും വഴങ്ങാതെ ഞങ്ങൾ സധൈര്യം ഈ നിലപാടുമായി മുന്നോട്ട് പോകുവാൻ കാരണം ഇതിൽ കനത്ത നീതി നിഷേധമുണ്ട്. കേരളത്തിന് ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നല്ലൊരു നേതാവിനെ നമുക്കിതിനു വേണ്ടി കുരുതി കൊടുക്കാൻ വേണ്ടി ആ ഗതികേട് ഇവിടെ ഉണ്ടായി. ആ ഗുരുതി കൊടുക്കാൻ കാരണക്കാരന്മാരൊക്കെ ഇന്ന് മന്ത്രിമാരും MLA-മാരും ഓരോ സുപ്രധാന പദവിയിലുമൊക്കെ അവന്മാർ ഇന്നും വാഴുകയാണ്. ആ കുടുംബത്തെ വേട്ടയാടി ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനെ ജയിപ്പിച്ചിട്ട് പോലും അവനെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കുടുംബത്തിൽ അന്തചിത്രമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ VD സതീശൻ എന്ന് പറയുന്ന ആ ഉദുക്കീശനാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ്
ഇവനൊരു സോഷ്യൽ സൈക്കോപാത്താണ്. ഇവനെ യാതൊരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കരുത്. പറവൂരിലെ ജനങ്ങളോടുള്ള മലയാളത്തിന്റെ അപേക്ഷയാണ് ഈ വൃത്തികെട്ടവനെ, ഈ കുടുംബത്തിൽ പിറക്കാത്തവനെ, ഈ സോഷ്യൽ സൈക്കോപാത്തിനെ നിങ്ങൾ യാതൊരു കാരണവശാലും പറവൂരിൽ നിന്ന് വിജയിപ്പിക്കരുത് എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പേരിൽ ഞങ്ങൾ പറവൂരിലെ ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം പലരും ചോദിക്കാം, ഇത് കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ അല്ലെ യു ഡി എഫിനെ നശിപ്പിക്കുവാൻ യു ഡി എഫിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് എന്ന്. അല്ല, ഇത് യു ഡി എഫിനെതിരെയുള്ള ക്യാമ്പയിൻ അല്ല. ഇത് വി ഡി സതീശൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ, അയാളുടെ ആ നിലപാടിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ്. വി ഡി സതീശന്റെ ആ തെറ്റായ ആ സമീപനത്തെ തിരുത്തേണ്ടുന്ന മുതിർന്ന നേതാക്കന്മാരായ ഉണ്ണിത്താൻ, കെ മുരളീധരൻ, അതുപോലെ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ പോലെയുള്ള നേതാക്കന്മാർ വളരെ കുറ്റകരമായ മൗനം പാലിക്കുക മാത്രമല്ല, ഈ വിഷയത്തിൽ കീരിയും പാമ്പും പോലെ നടന്ന ഇവന്മാരെല്ലാം രാഹുൽ വിഷയത്തിൽ ഒന്നിച്ചു എന്ന ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കേരളം കണ്ടത്. കീരിയും പാമ്പും പോലെ നിന്ന വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ ശിങ്കനും ശിവനും അടയും ചക്കയും പാച്ചുവും ഗോപാലനും പോലെ ഒരുമയോടെ നിന്ന് പ്രവർത്തിച്ചു. അവന്മാരുടെ സകല വൈരങ്ങളും മറന്ന് അവർ രാഹുലിനെ പുറത്താക്കിയ വിഷയത്തിൽ, കാരണം ഇവർക്കെല്ലാം അറിയാം ഇവരൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. നിയമസഭയിൽ പിണറായി വിജയ എന്ന് കൈചൂണ്ടി വിളിക്കുവാനുള്ള ആർജവം ഇത്രയും വർഷം, 10-25 വർഷം അല്ലെ ഇത്രയും വർഷം അവിടെ അട്ടിപ്പേറ് കിടന്നവന്മാരുടെ നാവ് പൊങ്ങിയില്ല. അപ്രകാരം അഭിസംബോധന ചെയ്ത് വിളിക്കുവാൻ ആ ചങ്കുറ്റം കാണിച്ചവനിൽ ഒരു ഭാവി മുഖ്യമന്ത്രിയുടെ സാധ്യത കേരളത്തിലെ ജനങ്ങൾ കാണുന്നു എന്ന് മനസ്സിലാക്കിയ ഈ പെരുന്തച്ചൻ കോംപ്ലക്സ് ബാധിച്ച ഈ കടൽ കിഴവന്മാർ, ചുക്കിനും ചൊള്ളാമ്പിനും കൊള്ളാത്തവന്മാർ, ഇവന്മാർ നിന്ന് മത്സരിച്ചാൽ 5 വർഷത്തിന് മുമ്പ് ഒരുപക്ഷെ ഇവന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് രോഗം വിഴുങ്ങി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുവാൻ വരെ സാധ്യതയുള്ള ഈ കടൽ കിഴവന്മാർ ഇപ്പോഴും ഈ ചെറുപ്പക്കാരനെ തീർക്കണമെന്ന ഒറ്റവാശിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാകരുത്. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഇന്നു മുതൽ കേരളത്തിലെ അമ്മമാരോട്, പെങ്ങന്മാരോട്, കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നമ്മൾ ഇപ്രകാരം ഒരു സ്ലോഗൻ ഉയർത്തേണ്ടുന്ന സമയമായി. അതെന്താണ്? രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഇത് പാലക്കാട്ടെ ഒരു വിഷയമല്ല. ഇത് ലോക ചരിത്രത്തിൽ ഒരു പാഠമാകേണ്ടുന്ന ഒരു ചതിയുടെ, ഒരു വഞ്ചനയുടെ, ഒരു കൂട്ടിക്കൊടുപ്പിന്റെ ഒരു സംഭവകഥയാണ് നമ്മുടെ മുന്നിലൂടെ കഴിഞ്ഞ 5 മാസമായി നടന്നു പോകുന്നത്. സ്വന്തം പാർട്ടിയിലെ മിടുക്കനായ ഒരു യുവ നേതാവിനെ തളർന്നു കിടന്ന, ചത്തുകിടന്ന, ശേഷിയില്ലാതെ, അനക്കമില്ലാതെ കിടന്ന, നിർജീവമായി കിടന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു ഊർജം പകർന്ന, കരുത്ത് പകർന്ന യുവ നേതാവായ, സമരമുഖങ്ങളിലെ മുന്നണി പോരാളിയായി മാറിയ, പോലീസുകാരുടെ അടി പുറത്ത് ഏറ്റുവാങ്ങിയ, പിണറായി വിജയന്റെ പോലീസ് വീട് വളഞ്ഞ് ഒരു കൊടും കുറ്റവാളിയെ പോലെ അവന്റെ അമ്മയുടെ കൺമുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി തുറങ്കലിൽ അടച്ച, ഡൽഹിയിലെ സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് പോലെയുള്ള ഒരു സെന്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ഏറ്റവും മികവുറ്റ രീതിയിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ, ചിന്താശക്തിയുള്ള, പ്രവർത്തനശേഷിയുള്ള, നയചാതുര്യമുള്ള ഒരു യുവനേതാവിനെയാണ് ഈ കടൽ കിഴവന്മാർ, ചുക്കിനും ചുള്ളാമിനും കൊള്ളാത്ത സത്തെടുത്ത കൊത്തുകളായ ഈ അധമന്മാർ തേൻകണിയിൽപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന കുറ്റകരമായ കൃത്യം കോൺഗ്രസിലെ ഈ മുതിർന്ന ഈ തേൻകണിക്കാർ ചെയ്തു കഴിഞ്ഞു. അതിനുള്ള ശിക്ഷാവിധി ജനങ്ങൾ പ്രഖ്യാപിക്കേണ്ടുന്ന സമയമായി. നമ്മൾ 1-2 സമയമല്ല, നമ്മൾ മിഷൻ 60 ആരംഭിച്ചു, മിഷൻ 250 ആരംഭിച്ച് ഇന്ന് 131 ദിവസങ്ങൾ കഴിഞ്ഞു. ഇത് i2i ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമം എന്ന് പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവന്മാർക്ക് ആവശ്യത്തിനുള്ള സമയം കറക്റ്റ് ചെയ്യുവാനായുള്ള സമയം കൊടുത്തു. ഇവന്മാർ കറക്റ്റ് ചെയ്യുന്ന ലക്ഷണമില്ല. എന്തൊക്കെ വന്നാലും ഈ പ്രസ്ഥാനം മുടിഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല. കാരണം പിണറായിയുടെ 3ാം ഭരണം വന്നാൽ ഞങ്ങൾക്ക് 3000 കോടി കിട്ടും. അതുപോലെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന് കാരണഭൂതനായി കോൺഗ്രസിനെ ഇത്തവണയും കരക്കിരുത്തിയാൽ മോദിയുടെ കയ്യിൽ നിന്നും വീണ്ടും ഒരു 5000 കോടി കിട്ടും എന്ന് പറഞ്ഞ് ഇവന്മാരൊരു സംഘടിത 2 വള്ളത്തിൽ കാലുവെച്ച് ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനുള്ള തേൻകണി യാത്രയാണ്
ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന നരാധമൻ ചെയ്യുന്നത്? ഇവൻ ഇതിനുള്ള പണം എവിടുന്നാണ് ലഭിക്കുന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അതാത് ജില്ലകളിലെ നേതാക്കന്മാർ ബാർ മുതലാളിമാരെയും കോർ മുതലാളിമാരെയും അതുപോലെ തന്നെ തീവട്ടികളെയും ഒക്കെ പിരിച്ച് ലക്ഷങ്ങൾ മേടിക്കുന്നുണ്ടാവാം. പക്ഷേ ആ പണമെല്ലാം അവന്മാർ മുക്കുവാനുള്ളതാണ്. പക്ഷേ ഈ തേൻകണി യാത്രയ്ക്ക് വേണ്ടുന്ന പരസ്യവും ഫ്ലെക്സും മറ്റുള്ള തരത്തിലുള്ള സകല പ്രചരണ പരിപാടികൾക്കും പണമിറക്കുന്നത് വി ഡി സതീശന്റെ കുടുംബത്തിൽ നിന്ന് അവൻ തേങ്ങയിട്ട വകയിൽ കൊണ്ടുവന്ന പണമാണോ? അല്ല. ഇവനിറക്കുന്ന പണം ഈ കള്ളപ്പണമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടെയുള്ള കോടതി സംവിധാനങ്ങളോ നിയമ സംവിധാനങ്ങളോ ഒന്നും ഈ തെണ്ടിത്തിരിഞ്ഞ് 10 കൊല്ലം കരക്കിരുന്ന ഇവന്മാർക്ക് എവിടുന്നാണ് ഇത്രയും കോടികൾ, ആരാണ് ഇവർക്ക് ഫണ്ട് മുടക്കുന്നത് എന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. നമുക്ക് ചിരി വരും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവന്മാർ അന്ത്യശാസനം ഇറക്കും. പരമാവധി ചെലവാക്കാൻ പറ്റാവുന്ന തുക ഇത്ര. അമ്മാർക്ക് വെള്ളമടിക്കാനുള്ള കാശ് പോലും അതുകൊണ്ട് ആ പണം തികയില്ല എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. ഈ പണമെല്ലാം എവിടുന്നാണ് വരുന്നത്? ഏത് മാഫിയകളാണ് ഇവന് വേണ്ടി പണം ഇറക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വി ഡി സതീശൻ നയിക്കുന്ന ഇപ്രകാരം ഇയാൾ പറയുന്ന പോലെ ടീം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് തന്നെ അത് ആ ഒരു യൂണിറ്റി, ഒരു ടീം അവിടെ തന്നെയുണ്ട്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ഇറ്റ്സ് എ യുണൈറ്റഡ് ഫോം. എന്നിട്ട് ഈ മണ്ടൻ, ഈ പൊട്ടൻ പറയുന്നു ടീം, അതിൻ്റെ കൂടെ ഒരു ടീം കൂടെ ചേർന്നു. വീണ്ടും ഒരു ടീമിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഉണ്ടോ? അത്ര പോലും ബോധമില്ലാത്ത ഇയാളുടെ വേദികളിൽ സ്വീകരിക്കാൻ വരുന്നവർക്ക് നേതാവ് ആരാന്ന് പോലും അറിയില്ല. കാണികളെക്കാളും വേദിയിൽ നേതാക്കന്മാരുടെ ഇടി. ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല. ഒരാൾ ആങ്കർ മൈക്കിൽ കൂടെ ഒന്ന് പറയുന്നു, വേറൊരുത്തർ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്ന് പറയുന്നു. യാതൊരു തരത്തിലുള്ള ഒരു അനൈക്യ മുന്നണിയാണിത്. ഇയാൾ പറയുന്ന പോലെ ഇതൊരു ടീമല്ല. ഇത് നെട്ടൂർ കേക്കച്ചന്റെ തേൻകണിയിൽപ്പെട്ട ഗതികെട്ട കുറെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടായ്മ. ഒരു കൊല്ലമെങ്കിലും ഭരണം കിട്ടിയാൽ ജയിലിൽ പോയാലും പരമാവധി കട്ട് മൂടിച്ച് പണ്ടാരമടങ്ങണമെന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ ആർത്തിപ്പണ്ടാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവന്മാർ വന്നാൽ കേരളത്തെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി വിജയൻ അവസാന ഘട്ടത്തിൽ സ്കോർ ചെയ്യുന്നത് നിങ്ങൾ കാണുക. അവർ പറഞ്ഞ ആ പോയിന്റുകൾക്കെതിരെ എന്തെങ്കിലും വളരെ കൃത്യമായ ഓരോ ഐഡിയ യൂണിറ്റ്സ് ആയിട്ടാണ് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പോകുന്നത്. 4 ലക്ഷത്തിൽ ചിൽവാനും പേർക്ക് ഞങ്ങൾ പട്ടയം കൊടുത്തു എന്നവർ കൃത്യമായി പറയുന്നു. അതിനെ കണ്ടിക്കുവാൻ ഈ നെട്ടൂർ കേക്കച്ചൻ, ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ നാറിക്ക് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ? അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇതാ വയനാട്ടിൽ ആദ്യ ടൗൺഷിപ്പ് ഘട്ടം പൂർത്തിയാക്കി ആ വീടുകളുടെ താക്കോൽദാന ചടങ്ങ് അവർ നിർവഹിച്ചു. വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്ത് സകല സംവിധാനങ്ങളും ഒരുക്കി ആ ദുരന്തബാധിതർക്കുള്ള ആദ്യത്തെ ടൗൺഷിപ്പിന്റെ ആദ്യത്തെ വീടുകളുടെ സമയബന്ധിതമായി അവർ പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇവന്മാർ ഇപ്പോഴും എന്താ പറയുന്നത്? മുസ്ലിം ലീഗിന്റെ 100, അവന്റെ കുഞ്ഞമ്മയുടെ 100, അവന്റെ താരകപ്പെണ്ണിന്റെ 150 എന്നും പറഞ്ഞ് ഈ വായ്ത്താളം വിടുന്നതല്ലാതെ ഈ നാണം കെട്ടവന്, ഈ വായ കൊണ്ട് ഈ ഡയലോഗ് അടിക്കുന്ന ഈ നുണേശന്, ഓർക്കുക, ഇവന്റെ നുണകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു പരിപാടി എറണാകുളത്ത് സംഘടിപ്പിക്കുകയുണ്ടായി, നുണേശൻ കഥകൾ എന്നും പറഞ്ഞ്. അന്നേരം ഇതുപോലുള്ള ഒരു പെരും നുണ മാത്രം പറയുന്ന നാണം കെട്ട പ്രതിപക്ഷ നേതാവേ, നിനക്ക് ഈ ഇടതുപക്ഷം ചെയ്ത് കാണിച്ചു തന്ന ആ ഒരു കാര്യത്തിൽ ഒരു മറുപടി പറയുവാൻ നിനക്ക് അതിൻ്റെ തട്ടിപ്പുകൾ, അതിൻ്റെ പിന്നാമ്പുറ കഥകൾ, അത് ഇതാണ് എന്ന് അതിനെ khണ്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇയാൾക്ക് പറയാനുണ്ടോ? ഇല്ല. കാരണം ഇയാൾക്കറിയാം, ഇയാൾ ഇതിൻ്റെ എല്ലാം, ഈ തട്ടിപ്പിന്റെ എല്ലാം ഒരു പങ്ക് നക്കി തിന്നുന്ന, സേഫ് ആയിട്ടിരുന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്ന് പിണറായി വിജയൻ നടത്തുന്ന ഈ തീവട്ടിക്കൊള്ളയുടെ പങ്ക് നക്കി തിന്നുന്ന ഒരു ഇലനക്കിയാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ അതിനകത്ത് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കറണ്ട് കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറഞ്ഞവർ ക്യാമ്പയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് കറണ്ട് കട്ടില്ലാത്ത ആ 10 വർഷം ഉണ്ടായത്? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ആ കറണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും അഴിമതിയുണ്ടോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നാമ്പുറ കഥകളുണ്ടോ? അതെന്തെങ്കിലും പറയുവാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗണ്ടർ കൊടുക്കുവാൻ ഇവന്മാർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് വേറെ ആർക്കും കൊടുക്കാതെ കുറെ ഡേറ്റാസ് ഒക്കെ കൊണ്ടുവന്ന്
ആ ഡേറ്റ ചോർച്ച വിഷയം വിവാദമാക്കുവാൻ അന്തിച്ചർച്ചയൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് വീണ ജോർജിൻ്റെ പിടലി ഉളുക്കുന്ന ആ വാർത്ത വന്നത്. ആ വീണയുടെ പിടലി ഉളുക്കുകൊണ്ട് ആ വിഷയത്തെ അവർ മൊത്തത്തിൽ അന്ന് ആഘോഷിച്ചു, അട്ടിമറിച്ചു. അതിനെതിരെ പ്രതികരിക്കുവാൻ, അതൊന്നും മനസ്സിലാക്കുവാൻ പോലും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ കിഴങ്ങേശ്വരന് സാധിച്ചില്ല. അതുപോലെ ജനറൽ ആശുപത്രിയിൽ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന ക്യാമ്പയിൻ ഇടതുപക്ഷം സ്റ്റാമ്പ് ചെയ്തു. എന്നാൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഐസിയുവിൽ പോലും പീഡനമേറ്റുവാങ്ങുന്നു. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ അവർ ബൈ ചെയ്ത് ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്നു. സാധാരണക്കാരന് താങ്ങാകേണ്ടിയിരുന്ന പല ഇൻഷുറൻസ് പദ്ധതികളും നിർത്തലാക്കി. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യമായ സർജറി ചെയ്യേണ്ടുന്ന ഉപകരണങ്ങൾ പോലും ഇല്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ യൂറോളജിസ്റ്റ് വന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ എന്തൊക്കെ പോരായ്മകൾ ഈ ആരോഗ്യരംഗത്ത് ഇവിടെയുണ്ട്. ആ ആരോഗ്യരംഗത്ത് വീണ ജോർജിനെ നോക്കുകുത്തിയാക്കി 10,000-കണക്കിന് കോടികളുടെ തീവട്ടിക്കൊള്ള നടത്തുന്നതിൻ്റെ ഒരു വിശദാംശം പോലും ഈ സതീശൻ എന്ന് പറയുന്ന പൊട്ടന്, ഈ കിഴങ്ങനെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. കാരണം അവൻ അതിൻ്റെ പങ്ക് നക്കി തിന്നുന്ന പിണറായി സർക്കാരിൻ്റെ ഇലനക്കിയാണ്, ചെരുപ്പ് നക്കിയാണ്. അവൻ പിണറായി വിജയന് 3ാം തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി വഴിവെട്ടി നടക്കുന്ന വെറും റോഡ് പണിക്കാരൻ, ബംഗാളിയുടെ വില പോലും ഇല്ലാത്ത ഒരുത്തനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയാണ് i2 ന്യൂസ് ഈ വി.ഡി. സതീശനെതിരെ ഞങ്ങളൊരു ക്യാമ്പയിനായി തന്നെ ചെയ്യുന്നത്. പലരും ചോദിക്കും, വി.ഡി. സതീശനോട് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കുക, ഇത് പാർട്ടിയെ നശിപ്പിക്കരുത്, ഇത് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വി.ഡി. സതീശൻ പറഞ്ഞ നെട്ടൂർക്ക് കച്ചനോട് യാതൊരു വൈരാഗ്യവുമില്ല. കാരണം ഈ പന്നനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന് ശേഷമാണ്. അല്ലെങ്കിൽ ഇവനെ രാഷ്ട്രീയ കേരളത്തിലുള്ള ജനങ്ങൾ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു പഴയ നമ്മുടെ ഈ കണ്ണൂർ നാട്ടിലൊക്കെ ഉള്ള ഈ തെറുപ്പുകാരെ നടക്കുന്ന പോലെ നടക്കുന്ന ഒരു സൈഡിൽ കൂടെ നടക്കുന്ന ഒരു നെട്ടൂരിലെ ഒരു അലവലാതി എന്നൊരു ഇമേജ് അല്ലാതെ ഇയാൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാഹുൽ വിഷയത്തിൽ മിടുക്കനായ ഈ യുവനേതാവിനെ ഒതുക്കുവാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇവൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ ഞങ്ങൾ തപ്പിപ്പോയപ്പോഴാണ് ഇവനൊരു സോഷ്യൽ സൈക്കോപാത്താണ്, ഇവനൊരു കൊടും ക്രിമിനലാണ്, ഇവൻ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു യൂസ്ലെസ് ആണ് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അന്നേരം ഇവൻ്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 25 കൊല്ലം സകല തീവട്ടിക്കൊള്ളകൾക്കും കുടപിടിച്ച്, സകല പങ്കും പറ്റി, സകല കള്ളക്കമ്മട്ടങ്ങൾക്കും വഴിയൊരുക്കി, മയക്കുമരുന്നുകാരൻ്റെയും ക്വാറി മാഫിയയുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും സകല വേശ്യാലയങ്ങളുടെയും വരെ പണം പറ്റി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ടിജോ തോമസ് എന്ന് പറയുന്ന അടൂരിലെ ഒരു കള്ളൻ, അവൻ അടൂരിൽ നിന്നും ഇപ്പോൾ കാക്കനാട്ടേക്ക് പോയിരിക്കുകയാണ്. അവൻ്റെ ആ വ്യഭിചാര കഥകളും അവൻ്റെ തട്ടിപ്പ് കഥകളും, അവന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന, അവൻ്റെ ഹവാല ഇടപാടുകളെല്ലാം നടത്തുന്നത് ഈ ടിജോയാണ്. വി.ഡി. സതീശനുമായിട്ടുള്ള ചേർന്ന് ഹവാല ഇടപാടുകളുണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളെ ലക്ഷങ്ങൾ നൽകി സ്വാധീനിക്കുവാൻ ഇവൻ്റെ വലങ്കൈയായ ആറന്മുളയിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനെ ഞങ്ങളുമായിട്ട് സംസാരിക്കുവാൻ വിട്ടു. ലക്ഷങ്ങളാണ് i2 ന്യൂസിന് ഉമാർ വാഗ്ദാനം ചെയ്തത്. ഞങ്ങൾ ശ്രദ്ധിച്ചു ഉമാർ എവിടെ വരെ പോകുമെന്ന്. അങ്ങനെ ആ പാസ്റ്ററെ ഫിനാൻസ് കൺട്രോളറും ഈ തീവട്ടിയും എല്ലാം ചേർന്ന് ഉമാർ ഞങ്ങളോട് വന്ന് യാചിച്ചു, ആ വാർത്ത പിൻവലിക്കണം, അയാളെ ഉപദ്രവിക്കരുത്, എത്ര ലക്ഷം വേണമെങ്കിലും തരാം. കാരണം ഈ ടിജോ തോമസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടെ സീറ്റ് കിട്ടും. അതുപോലെ വി.ഡി. സതീശൻ്റെ ഫണ്ടറാണ്, ഇയാളുടെ ഹവാല പരിപാടികൾ നിയന്ത്രിക്കുന്നവനാണ് ഈ ടിജോ തോമസ്. അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കരുത്, എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വന്ന് കാണുകയുണ്ടായി. ഞങ്ങളതിനെ നിഷേധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം i2 ന്യൂസ് കൊടുത്ത ആ 2 വാർത്തയും യൂട്യൂബിൽ, അത് ഇവന്മാരുടെ വാർത്തയല്ല, അവരുടെ വാർത്ത ഞങ്ങൾ മോഷ്ടിച്ചതാണ് എന്നും പറഞ്ഞ് കോപ്പിറൈറ്റ് അടിച്ചു. ഞങ്ങളുടെ 2 വീഡിയോകൾ യൂട്യൂബിനെ കൊണ്ട് പിൻവലിപ്പിച്ചു. പ്രിയമുള്ള പ്രേക്ഷകരെ മനസ്സിലാക്കുക, ഞങ്ങളുടെ തല പോയാലും ഞങ്ങളത് ആ വാർത്ത പിൻവലിക്കില്ല. ദൈവാനുഗ്രഹത്താൽ ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഈ സാത്താൻ ഓർത്തു ഇവന്മാർ റിപ്പോർട്ട് അടിച്ച് ലക്ഷങ്ങൾ മുടക്കി ഇത്തരത്തിലുള്ള ഹൈജാക്കിംഗ് ഏജൻസികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ i2 ന്യൂസ് ഹൈജാക്ക് ചെയ്ത് പൂട്ടിക്കാമെന്ന് ഇവന്മാർ കരുതി ഇവന്മാർ റിപ്പോർട്ട് അടിച്ച്
ഞങ്ങളുടെ ചാനൽ പൂട്ടിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ കൊടുത്ത കൗണ്ടർ ആപ്ലിക്കേഷൻ പരിഗണിച്ചു, അത് ഞങ്ങൾ പൊളിക്കുകയുണ്ടായി. അതുകൊണ്ട് നെട്ടൂർ സതീശ, ടിജോ തോമസേ, കള്ളപ്രവാചക, നിന്റെയൊക്കെ സകല തരികടകളും ഞങ്ങൾ പൊളിക്കും. കാരണം സത്യം ഞങ്ങളുടെ ഭാഗത്താണ്. സത്യമേവ ജയതേ, സത്യമേ വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഇന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. അത് പാലക്കാട്ടുകാർ മാത്രം എടുക്കുന്ന പ്രതിജ്ഞയല്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റേണ്ടുന്ന ഒരു ക്യാമ്പയിനാണിത്. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഇനിയും വരുന്ന ഏതാനും മണിക്കൂറുകൾ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ മുഴങ്ങട്ടെ ഈ വാക്യം, രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഇത് രാഹുലിനോടുള്ള നന്ദിയോ അല്ലെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തികളെ വെള്ളപൂശുവാനുള്ള ശ്രമമോ അല്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു തേൻകണിക്കാരൻ, ഈ സംസ്ഥാനത്തെ കൂട്ടിക്കൊടുത്ത് ഒരു നരാധമന് മൂന്നാം തുടർമണ്ഡം ഒരുക്കുവാൻ കാണിച്ച ആ നാറിയ മനസ്സിനുള്ള ജനങ്ങളുടെ മറുപടിയാവണം നമ്മുടെ ഈ ക്യാമ്പയിൻ. അത് രാഹുൽ എന്ന വ്യക്തിയോട് ഉദ്ദേശിച്ചല്ല, ഇതിനകത്തൊരു വ്യക്തിയെ വെള്ളപൂശുവാനുള്ള ശ്രമമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ്, ഇതൊരു നിലപാടാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഇത്തരം നീചമായ പ്രവൃത്തികൾക്കെതിരെയുള്ളൊരു ശക്തമായ നിലപാടാണ്. നമ്മൾ ആ നിലപാടിൽ ഉറച്ച് ഇന്നു മുതൽ മുന്നോട്ട് പോകുന്നു. നമ്മൾ അതുകൊണ്ട് 24 മണിക്കൂറും ഇനിയും വരാനുള്ള മണിക്കൂറുകൾ നമുക്ക് നിർണായകമാണ്. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം മുതൽ ഈ പ്രതിജ്ഞ എടുക്കുന്നു, രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഈ കേരളത്തിൽ വേണ്ട. അല്ലെങ്കിൽ ഈ വി ഡി സതീശൻ, അല്ലെങ്കിൽ ഈ കെ.സി. വേണുഗോപാൽ, അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തല മുന്നിൽ നിന്ന് പറയട്ടെ, എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഇവന്മാർ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്? കോടതിയുടെ ആ നിരീക്ഷണം വന്നിട്ടും അയാൾ കുറ്റക്കാരനല്ല, ഇവർ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു ബലാത്സംഗ വീരനല്ല ഇയാൾ എന്ന കോടതിയുടെ നിരീക്ഷണം വന്നിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രാഹുലിനെ കൈയൊഴിഞ്ഞത്? രാഹുലിന്റെ ശബ്ദം കണ്ടില്ലെന്ന് നടിച്ചത്? രാഹുലിന്റെ പ്രവർത്തനങ്ങൾ, ഈ പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ ഇയാൾ നടത്തിയ സകല പ്രവർത്തനങ്ങളെയും നള്ളിഫൈ ചെയ്തുകൊണ്ട് അയാളെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവർ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നതിന്റെ മറുപടി ഇവർ പൊതുസമൂഹത്തോട് പറയണം. ഈ കേരളത്തിലെ ജനങ്ങളെ അവർ കൺവിൻസ് ചെയ്യണം. അല്ലാത്തടത്തോളം കാലം പ്രിയമുള്ളവരെ, കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഈ UDF-ന് വോട്ട് ചെയ്യരുത്. ഇവന്മാരുടെ ഈ താൻപോരിമയ്ക്കെതിരെ, ഈ ധാർഷ്ട്യത്തിനെതിരെ, ഈ 10 കൊല്ലം അധികാരമില്ല അതിരുന്നിട്ടും ദേശീയ തലത്തിൽ തന്നെ ഇവന്മാരുടെ സകല പടവുകളും പൊളിഞ്ഞു പോയിട്ടും അഹന്തയ്ക്കും അഹങ്കാരത്തിനും കുറവില്ലാതെ ഈ അവസ്ഥയിലും ഇത്രയും അഹന്തയും ധാർഷ്ട്യവും ഇവന്മാർ കാണിച്ചാൽ, ഈ കേരളത്തിന്റെ ഭരണം ഇവന്മാർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും? പിണറായി വിജയൻ എന്ന് പറയുന്ന അധമന്റെ, ആ പഴയ ചെത്തുകാരൻ കോരന്റെ മകന്റെ അഹങ്കാരം നമ്മൾ കണ്ടു. നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ, താരകപ്പെണ്ണിന്റെ കെട്ടിയോൻ, പരിപ്പോടെയും ചായയും മേടിച്ചു കുടിച്ച് കീറിയ നിക്കറുമായിട്ട് നടന്ന ആ തെമ്മാടി, അവൻ നാളെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വന്നാൽ ഇവന്റെ അഹന്തയും ധാർഷ്ട്യവും നമുക്കിനി സഹിക്കാൻ പറ്റുമോ? ഇതുപോലൊരു സോഷ്യൽ സൈക്കോപാത്ത് നമ്മളെ ഭരിക്കണോ? ഈ അവസരം വിട്ടുകളയരുത്. വരാൻ പോകുന്ന ഓരോ മണിക്കൂറുകളും നമ്മളെ സംബന്ധിച്ചുള്ള നിർണായകമാണ്. അതുകൊണ്ട് കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ, നമ്മൾ ഇന്നു മുതൽ ആ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിലുള്ള 18 വയസ്സ് തികഞ്ഞ വോട്ടവകാശമുള്ള ഓരോ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നടന്നു പോയി വോട്ട് ചെയ്യുവാൻ, പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തുവാൻ ശേഷിയുള്ള ഓരോരുത്തരും ബെഡ്രിഡനായി കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സമീപത്തേക്ക് ആ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് കിടന്നുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ പോലും നിങ്ങളുടെ മനസ്സുണർന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് സുബോധമുണ്ടെങ്കിൽ ഈ അപകടാവസ്ഥ മനസ്സിലാക്കി ഈ ക്യാമ്പയിനിൽ നിങ്ങൾ പങ്കാളികളാവണം. നമ്മളിത് വി ഡി സതീശൻ എന്ന് പറയുന്ന പഴയ തേൻകണിക്കാരനോടുള്ള ഒരു ക്യാമ്പയിൻ അല്ല. ഇതുപോലെ നാരത്തരവുമായി വരുന്ന രാഷ്ട്രീയ കേരളത്തെ മലീമസമാക്കുവാൻ ശ്രമിക്കുന്ന സകല അധമന്മാർക്കും എരപ്പാളികൾക്കുമുള്ള ഒരു സന്ദേശമാണിത്. അതുകൊണ്ട് നമ്മളുടെ ഈ ക്യാമ്പയിൻ നമ്മൾ ഇവിടെ മുതൽ ആരംഭിക്കുന്നു. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഇവന്മാർ ആരെയൊക്കെ ഓർത്തു നോക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പരട്ടക്കിളവൻ, ഓർക്കുക, അയാൾ ഒരു 5 വർഷം കൂടെ രോഗാവശത, അയാൾ ആ കോട്ടയം ടൗണിൽ കാണിച്ചു വെച്ചേക്കുന്ന കോട്ടയംകാരുടെ നെഞ്ചത്ത് അവൻ ഇരുമ്പ് പണിത് വെച്ചേക്കുകയാണ്. ആ കോട്ടയത്തിന്റെ ടൗണ്, ആ നരാധമൻ വീണ്ടും നിൽക്കുകയാണ്. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാതെ, ആ സംസാരിക്കാൻ പോലും 2 വാക്ക് ശേഷിയില്ലാത്ത
ആ മനുഷ്യൻ പേരക്കുഞ്ഞുങ്ങളെയും കളിപ്പിച്ച് വീട്ടിൽ കൊട്ടൻ ചുക്കാതിൽ തൈലവും തേച്ച് കിടക്കേണ്ട ആ മനുഷ്യൻ അവൻ നിൽക്കുകയാണ് കതറും വടി പോലാക്കി കോട്ടയംകാരെ റെപ്രസെന്റ് ചെയ്യുവാൻ. പ്രിയമുള്ള കോട്ടയംകാരെ, ആ അപ്പൂപ്പനോട് പറയുക, അപ്പൂപ്പ വീട്ടിലിരിക്കുക, പേരക്കുഞ്ഞുങ്ങളെ കളിപ്പിക്കുക, വേറെ ആമ്പിള്ളാർ, ചുറുചുറുക്കുള്ള ആമ്പിള്ളാർ രംഗത്തേക്ക് വരട്ടെ, അവർ കോട്ടയത്തെ റെപ്രസെന്റ് ചെയ്യട്ടെ. രമേശ് ചെന്നിത്തല, ഓർക്കുക, ആ അപ്പൂപ്പൻ ഡയ്യുമടിച്ച് പേരക്കുഞ്ഞുങ്ങളെ കളിപ്പിക്കേണ്ടുന്ന സമയത്ത് ഇപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. ഇയാളുടെ ആയ കാലത്ത് ഇയാളുടെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും. ആ ഇയാൾ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിലെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ അറിഞ്ഞു തോൽപ്പിക്കണം. അതുപോലെ വി ഡി സതീശൻ, പറവൂരിലെ ജനങ്ങളെ, ഈ 25 കൊല്ലം CPI-യിലെ നേതാക്കന്മാർ കോടികൾ കോഴ മേടിച്ച് കിഴങ്ങന്മാരെ എതിർ സ്ഥാനാർത്ഥികളായി ഇട്ടുകൊടുത്തു. അതുപോലെ BJP-യിലെ മുൻ നേതാക്കന്മാർ, മുൻ സംസ്ഥാന നേതാക്കന്മാർ കോടികൾ വാങ്ങി BDJS-ന്റെ അവരുടെ വീട്ടുകാർ പോലും അറിയാത്ത തരത്തിലുള്ള പോങ്ങന്മാരെ നിർത്തി ഇയാൾക്ക് ജയിക്കുവാനുള്ള കളമൊരുക്കി കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ സംരക്ഷണയിൽ, നിങ്ങളുടെ ചെലവിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ, നിങ്ങളുടെ തണലിൽ, നിങ്ങളുടെ വോട്ടിലാണ് ഈ പറവൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇന്ന് ഏറ്റവും വലിയ തേൻകണിക്കാരനായി ഈ പ്രസ്ഥാനത്തെ മെടുപിടുക്കന്മാരെ എല്ലാം തേൻകണിയിൽപ്പെടുത്തി ഈ പ്രസ്ഥാനത്തെ തന്നിലേക്ക് ക്രോഡീകരിച്ച് ചുരുക്കിക്കളഞ്ഞത് എന്ന യാഥാർത്ഥ്യം പറവൂർകാർ മനസ്സിലാക്കണം. അതുകൊണ്ട് പറവൂരിലെ ജനങ്ങളെ, നിങ്ങളോടുള്ള അപേക്ഷയാണ്, ഈ അധമനെ, നിങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ഈ അധമൻ ഈ സംസ്ഥാനത്തിൻ്റെ അന്തകനായി മാറും എന്ന കാര്യം മനസ്സിലാക്കി ഈ സോഷ്യൽ സൈക്കോപാത്തിനെ, ഈ മാലിന്യത്തെ ആ ഉറവിടത്തിൽ തന്നെ നിങ്ങൾ സംസ്കരിക്കണം. ഇയാളെ യാതൊരു കാരണവശാലും ഇത്തവണ നിങ്ങൾ ഈ 5 തവണ 25 കൊല്ലം സഹിച്ചില്ല ഈ മുതലിനെ. അയാൾ എന്ത് മാറ്റം അവിടെ വരുത്തി? ആ പഴയ കീറിയ നിക്കറുമായി നടന്നവൻ ഇന്ന് ഈ സംസ്ഥാനത്തെ വിലയ്ക്ക് മേടിക്കുവാനുള്ള ഒരു ബില്യണറായി മാറി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവനെ അറിഞ്ഞു തോൽപ്പിക്കുക. അതുപോലെ കെ മുരളീധരൻ, ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന ആ KPCC അധ്യക്ഷന്റെ ഓഫീസ് തന്നെ വ്യഭിചാരശാലയാക്കിയ ഇവന്റെ വൃത്തികെട്ട ഇക്കിളിക്കതികൾ ഓരോ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലും അറിയാം. അപ്രകാരമുള്ള ആ കിങ്ങിണി നേമത്ത് വന്ന് മത്സരിക്കുവാൻ നിൽക്കുകയാണ്. നേമത്തുള്ള തിരുവനന്തപുരം നേമത്തെ നല്ലവരായ നാട്ടുകാരെ ഈ വൃത്തികെട്ടവനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധത്തിൽ നിങ്ങൾ തോൽപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഇടതുപക്ഷത്തിനാണെങ്കിലും BJP-ക്കാണെങ്കിലും കൃത്യമായി ആസൂത്രണം ചെയ്യാവുന്നത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന പേരുകൾ ഇവരൊക്കെയാണ്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ എവിടൊക്കെ മണ്ഡലത്തിൽ നിർത്തിയാലും നിങ്ങൾ അവിടെ നല്ല മിടുക്കന്മാരായിട്ടുള്ള, ഇത്തവണ നിങ്ങൾ ഇവന്മാരുടെ പണം മേടിച്ച് നക്കി ഏഴാംകൂലി സ്പേഡുകളെ ഇട്ട് കൊടുക്കാതെ മിടുക്കന്മാരായ നേതാക്കന്മാരെ, അതുപോലെ തന്നെ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ഇതേപോലെയുള്ള ഈ വി ഡി സതീശന്റെ ചെരുപ്പ് നക്കികൾ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ കരുത്തുറ്റ കഴിവുറ്റ നേതാക്കന്മാരെ, അവർക്ക് വലിയ പാരമ്പര്യമൊന്നും വേണമെന്നില്ല, നല്ല മിടുക്കന്മാരായ കളങ്കിതരല്ലാത്ത മിടുക്കന്മാരായ യുവനേതാക്കന്മാരെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ ഇവരുടെ തോൽവി സുനിശ്ചയമാണ്. അതിന് നിങ്ങൾ യാതൊരു മാർക്കറ്റ് സർവേക്കും പോകേണ്ട ആവശ്യമില്ല. ഇവരെക്കുറിച്ച് വരുന്ന വാർത്തകൾ വരുന്നതിൻ്റെ അടിയിലെ കമൻറ്റുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ജനങ്ങൾക്ക് ഇവരോടുള്ള ആ ഒരു സമീപനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ജയം ആഗ്രഹിക്കുന്നവർ ഈ തീവട്ടികൾ നിൽക്കുന്ന മണ്ഡലത്തിൽ മിടുക്കന്മാരായ ആളുകളെ നിർത്തുവാൻ ശ്രമിക്കുക. എന്നെ ശ്രമിക്കുന്നവരെ, ഇന്നു മുതൽ നമ്മൾ ആ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഹുലിനെ തീർത്തിട്ട് രാഹുലിന് പകരം മറ്റുള്ളവരെ നിർത്തി ഇവരെ കൊണ്ടുപോകുന്ന ഈ പരിപാടിക്ക് നമ്മൾ കൊടുക്കാവുന്നത് കോൺഗ്രസ്സുകാർ ഇവന്മാർക്ക് വോട്ട് ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ മറ്റു കൊള്ളാവുന്ന സ്ഥാനാർത്ഥി കൊടുക്കുക. നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നു, യാതൊരു കാരണവശാലും ഇവന്മാരെ ഭരണത്തിൽ വരുവാൻ അനുവദിക്കരുത്. ഇവന്മാരുടെ ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടി ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വരാൻ പോകുന്ന മണിക്കൂറുകൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കുവാനില്ല. എന്നെ ശ്രമിക്കുന്നവർ ITV ന്യൂസിൻ്റെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക്
എന്നെ വിളിക്കുക. എന്നെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും പറഞ്ഞ ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായം വോയിസ് ആയിട്ട്, വേറെ ഒന്നും അറിയാനില്ല, അതിന് വലിയ സാങ്കേതിക വിദ്യ ഒന്നും പറയണമെന്നില്ല, വാട്സാപ്പിൽ ആ റെക്കോർഡിംഗ് മോഡിന്റെ ആ ഭാഗത്തൊന്ന് അമർത്തിപ്പിടിച്ചിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും പറയുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളത് ലോകത്തെ കേൾപ്പിക്കാം. ജനങ്ങൾ കേൾക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ജനങ്ങൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്ത് ചിന്തിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് ഈ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്ന ഇവന്മാരുടെ ആ ബദിരകർണങ്ങളിൽ അത് പതിക്കട്ടെ. അതുകൊണ്ട് ശക്തമായ ഭാഷയിൽ, മൂർച്ചയുള്ള ഭാഷയിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9746114444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746114444 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അശക്തമായ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അതല്ലെങ്കിൽ വിളിക്കാൻ പറ്റുന്നവർക്ക് വിളിക്കുക. ഒരുപക്ഷെ ഞാൻ ലൈവിലോ അതല്ലെങ്കിൽ മറ്റു ഷൂട്ടിലോ ആണെങ്കിൽ എന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കിട്ടിയില്ലെങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാം. അതല്ല, ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതികരണങ്ങൾ ശബ്ദ സന്ദേശ രൂപേണ എനിക്ക് അയച്ചു തന്നാൽ നമ്മുടെ എല്ലാം സമയം സേവ് ചെയ്യാം. അത് വളരെ കൃത്യമായി എനിക്ക് കിട്ടുകയും ചെയ്യും, എനിക്കത് കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക. കഴിഞ്ഞ 141 ദിനം മിഷൻ 250യുടെ ഭാഗമായി, അതുപോലെ മിഷൻ 60യുടെ ഭാഗമായി 60 ദിവസം, മൊത്തത്തിൽ 201 ദിവസമായി നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥകൾ i2 ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ഈ സത്യാവസ്ഥ, സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ വിഷയം ഇപ്പോഴും ഈ പൊതുമണ്ഡലത്തിൽ ഇവന്മാർ അത് അട്ടിമറിക്കുവാൻ ശ്രമിച്ചിട്ടും, ഇവന്മാർ പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ടുവന്നിട്ടും, തേൻകണികൾ യാത്രകൾ നടത്തിയിട്ടും അതിൻ്റെ എല്ലാ മുകളിൽ രാഹുൽ വിഷയം ഇപ്പോഴും ജനങ്ങൾ ആവേശത്തോടെ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും, ഞങ്ങൾ ഈ വിഷയം പാളിപ്പോകാതെ മാറിപ്പോകാതെ ഒരു ആങ്കർ പോലെ ഒരു നങ്കൂരമിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഉറച്ചു പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ജനങ്ങളെ മണ്ടന്മാരാക്കി ഇവന്മാരുടെ ആ ധാർഷ്ട്യം വിജയിപ്പിച്ചെടുക്കാം, അധികാരത്തിലെത്താം എന്ന് കരുതി പോകുന്ന ഈ വി ഡി സതീശനും ഈ UDF-ലെ നേതാക്കന്മാർക്കും തക്കതായ മറുപടി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊടുക്കണം. അതിന് നമ്മുടെ ഈ സമ്മതിദാനാവകാശം, ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കാനുള്ള സുവർണാവസരമാണ്. പക്ഷേ അതിനു മുമ്പായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നില്ല UDF-നെ തകർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഇവന്മാരെ നശിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവന്മാർക്കൊരു മാനസാന്തരമുണ്ടായി, ഇവന്മാർ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി രാഹുലിനെ തിരികെ എടുത്താൽ ഈ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഇത്തവണ UDF-നൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മറിച്ച് രാഹുലിനെ ഒതുക്കി ഏതെങ്കിലും ഒരുത്തനെ, ഏതെങ്കിലും ഒരു കുറ്റിച്ചൂലിനെ കെട്ടിയിറക്കി പാലക്കാട്ട് നിർത്തിയാൽ അതിൻ്റെ രാഹുൽ ഒരുപക്ഷെ നിശബ്ദനായി മിണ്ടാതിരുന്നാൽ പോലും കേരളത്തിലെ ജനങ്ങൾ നിന്നെ ഒന്നും വിടത്തില്ല. ഞങ്ങൾ ഈ മിഷൻ 250യുടെ അവസാനം വരെ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യും, ജനങ്ങളുടെ മുന്നിൽ ഇത് ലൈവാക്കി നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഇത് പാലക്കാട് നിന്നൊരു വീട്ടമ്മയെ വിളിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിന്നില്ല എങ്കിൽ കോൺഗ്രസ്സുകാരായ ഞങ്ങൾ ആരും വോട്ട് ചെയ്യല. ഞങ്ങളുടെ തന്നെ ആൾക്കാർ എല്ലാ ജില്ലകളിലും തന്നെയുണ്ട്. ആരും കോൺഗ്രസിന് വോട്ട് കൊടുക്കുകയില്ല. രാഹുലിന് പകരക്കാരനാകാൻ ഒരു പിഷാരടിക്കും കഴിയില്ല. വി.ഡി. സതീശന്റെ ഒത്തുകളിക്ക് ബാക്കി നിൽക്കുന്ന കൂട്ടുകാരായ ബാക്കി എല്ലാവരെയും തോൽപ്പിക്കണം. അതായത് സ്ത്രീകളായ ഉമ്മ തോമസും ഷാനിമോൾ ഉസ്മാനും പിന്നെ ബിന്ദു കൃഷ്ണനും ആരൊക്കെയാണെങ്കിലും എനിക്ക് രാഷ്ട്രീയ അത്ര വശമില്ല. എന്നാലും രാഹുലിനെതിരെ ഉണ്ടാക്കുന്ന ഈ ഒരു പോരിനെതിരെ ഒരു വാക്ക് പറയണമെന്ന് തോന്നിയിട്ട് കുറെ നാളായി വിളിക്കുന്നു. ഈ പറയുന്ന ഒരു അമ്മയാണല്ലോ ഇവരൊക്കെ. ഇവർക്കൊക്കെ ഈ മകന്റെ വേദനയും ബീനാമ്മയുടെ വേദനയും തിരിച്ചറിയാനുള്ള ഒരു ചെറിയ മനസ്സില്ലേ? അവരെയൊക്കെ നിഷ്കരണം തോൽപ്പിക്കണം. കോൺഗ്രസ് രാഹുലിനെ നിർത്തിയില്ല എങ്കിൽ, രാഹുലിനെ ചേർത്ത് പിടിച്ച് കോൺഗ്രസ് ചേർത്ത് പിടിച്ച് നിർത്തിയില്ല എങ്കിൽ കോൺഗ്രസ് പോക്കണം. വി.ഡി. സതീശന് ഒരു വോട്ട് പോലും ആരും കൊടുത്തിരുന്നു. ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? കാരണം ഇത്രത്തോളം, അതായത് കോടതി വളരെ വ്യക്തമായ നിരീക്ഷണം നടത്തി,
അതുപോലെ ജനങ്ങൾ മുഴുവൻ ഇയാൾക്ക് വേണ്ടി ഒന്നടങ്കം ശബ്ദിക്കുന്നു. എന്നിട്ടും ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവന്റെ ധാർഷ്ട്യം, ഇവന്റെ നിലപാടാണ് വലുത് എന്ന് പറഞ്ഞു പോയാൽ അതിന്റെ പ്രതിഫലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ലഭിക്കണ്ടേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ആ പ്രതിഫലം ലഭിക്കും. നോക്കിക്കോ, കോൺഗ്രസിന് സീറ്റ് കിട്ടില്ല. പിണറായിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ആ പാവം ചെറുക്കനെ വെച്ചോണ്ട് ഇവര് കളിക്കരുത്. ഇവൻ വളർന്നു വന്നാല് ഇവൻ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തും. ഈ രാഹുലിന് വേണ്ടി പല പ്രാവശ്യം ഞാൻ ഈ ചാനലിൽ പറയാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല. പക്ഷെ അവസാന നിമിഷത്തിൽ പറയുന്നു രാഹുലിനെ പാലക്കാട് നിർത്തിയില്ല എങ്കിൽ രാഹുലിന് പകരക്കാരനാകാൻ ഒരുത്തരും പറ്റില്ല. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങള് അങ്ങനെയെങ്കിൽ വോട്ട് ചെയ്യില്ല. ആ സമയത്ത് BJP ജയിക്കും. എല്ലാവരും സ്ത്രീകളും എല്ലാ ജനങ്ങളും ഏത് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരുടെ മനസ്സിൽ തന്നെയാണ് ഞങ്ങളൊക്കെ സംസാരത്തിൽ. ഒരു കാരണവശാലും വേറെ ആരും നിന്നാലും ജയിക്കില്ല. കോൺഗ്രസ് തന്നെ VD സതീശൻ തന്നെ രാഹുലിനെ തിരിച്ചു വിളിച്ച് പാർട്ടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവനെ അവിടെ നിർത്തണം. ഏത് ഒരു തെറ്റ് ചെയ്യാത്തവരാരുമില്ലല്ലോ. VD സതീശന തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ വരുത്താത്തവരാരെങ്കിലും ഉണ്ടോ? ഇവൻ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനാണ്. സ്ത്രീകൾ ഇതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് ചിലപ്പം എല്ലാവരും ഇതിലൊക്കെ പെട്ടുപോകും. ഇതാരും അത്ര പരിശുദ്ധരൊന്നുമല്ല. പക്ഷെ ഇവനെ മാത്രം ക്രൂശിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിന് നല്ലതല്ല. കോൺഗ്രസ് പരാജയപ്പെടണം. ഈ രാഹുൽ ഇല്ല എങ്കിൽ കോൺഗ്രസിന്റെ പേര് ഇതോടെ പോകും. ഇനി ഒരു കാര്യം കൂടെ, രാഹുൽ നിന്നില്ല എങ്കിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇതുകൊണ്ട് തീർന്നു. അതിന് വേണ്ടിയിട്ടാണ് അവർ രാഹുലിനെ ഇപ്പം മാറ്റി നിർത്തുന്നത്. രാഹുലിനെ ഇനി 5 വർഷം കഴിഞ്ഞ് നിർത്താം, അല്ലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ ഇപ്പോൾ ഒഴിവാക്കിയാൽ രാഹുൽ ആ വീട്ടിൽ ഒതുങ്ങിയത് തന്നെ. ഈ രാഹുൽ കാരണമാണ് കോൺഗ്രസിന് ഒരു അഡ്രസ് ഉണ്ടായത്. രാഹുലും ഷാഫിയും അങ്ങനെ ചെറുപ്പക്കാരായ പിള്ളേര് വഴിയാണ് ഇപ്പോൾ ഒരു കുറച്ചായിട്ട് കോൺഗ്രസിന്റെ പേര് തന്നെ കേൾക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ കോൺഗ്രസ് പറഞ്ഞ ഒന്നുമില്ലായിരുന്നു, ഒരനക്കം ഉണ്ടായിട്ടില്ല. ഈ പിള്ളേര് വളർന്നു വന്നതിന്റെ വാല് പിടിച്ചാണ് ഇവരിപ്പം ഇങ്ങനെ മെയിനായിട്ട് യാത്ര എന്തോ നടത്തുന്നുണ്ടല്ലോ. ഇതിലൊന്നും ഒരു കാര്യമില്ല. എന്ത് നടത്തിയാലും രാഹുലിനെ നിർത്തിയില്ല എങ്കിൽ കോൺഗ്രസ്സുകാര് എല്ലാ ജില്ലകളിലും വോട്ട് കൊടുക്കുകയില്ല. ഇവരെയൊക്കെ തോപ്പിക്കും. ചുരുക്കാരെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറുപ്പക്കാർ ജയിച്ചെന്നിരിക്കും. അത്രയേ ഉള്ളൂ. രാഹുലിന് പകരം രാഹുൽ മാത്രം, എനിക്ക് അത്രേ പറയാനുള്ളൂ. വേറെ പിഷാരടി നല്ല മനുഷ്യൻ, കലാകാരൻ എന്ന നിലയിൽ പിഷാരടിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ ഒരു രാഷ്ട്രീയ ലെവലിൽ ഈ ഇലക്ഷനിൽ രാഹുലിന് പകരക്കാരനാകാൻ ഒരു പിഷാരടിക്കും ആർക്കും കഴിയില്ല. ഇനി ഷാഫിയെ തന്നെ പാലക്കാട് നിർത്തിയാലും നടക്കില്ല. ഇത് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നതാണേ. എല്ലാവർക്കും ഇത് പൊതുവേദി പറയാനോ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനോ പറ്റുന്നില്ല. ഈ സാറിന്റെ ചാനൽ ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം നോക്കി. പിന്നെ എല്ലാവർക്കും ഇത് പൊതുവായിട്ട് പറയാനൊരു പേടിയും മടിയും. ഇതിന്റെ ഭാവി എന്താവും, ഭാവി ഫലം എന്താ നമുക്ക് തിരിച്ചു വരിക എന്ന് ഓർത്തിട്ട് ഒരു കാരണവശാലും രാഹുൽ അല്ലാതെ ആരും അവിടെ നിന്നാലും ജയിപ്പിക്കില്ല. ഞങ്ങൾക്കും ആൾക്കാരും ബലമൊക്കെ ഉണ്ടെന്നേ. എല്ലാരും ഉദ്ദേശിക്കുന്നത് പോലെ ഇങ്ങനെ VD സതീശന്റെ ഈ യാത്ര കൊണ്ട് അങ്ങോട്ട് ഇപ്പം അടുത്ത ഭരണം കിട്ടുന്ന ഈ അടുത്ത ഭരണം കോൺഗ്രസിന് കിട്ടാൻ വേണ്ടിയിട്ടല്ല VD സതീശന്റെ ഈ കളി, ഇവരുടെ വലിയ ആൾക്കാരുടെ കളി. അത് ഒന്നുകിൽ പിണറായിക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇനി അതല്ല എങ്കിൽ BJPക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും രാഹുൽ പാലക്കാട് മത്സരിക്കണം. അത് VD സതീശൻ തന്നെ ചേർത്ത് പിടിച്ച് അവനെ മത്സരിപ്പിച്ചിരിക്കണം. അവന് വേണ്ടി എന്തേലും പ്രാർത്ഥിക്കുകയും ഓരോ ദിവസവും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴെങ്കിലും ഇവൻ പുറത്തു വരും, കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചിരുന്നു. ഇനി ഇല്ല എങ്കിൽ സ്വതന്ത്രനായിട്ട് ഇവൻ നിൽക്കണം. ചേർത്തലയിൽ രാജാറാമാണേ പറഞ്ഞോ. സാറേ, പാലക്കാട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ലെന്നാണല്ലോ അറിവ്. അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും കൊടുക്കൂല.
അതെന്താ സാറേ, എന്താണ് ഇവര് കാണിക്കാൻ പോണേ? നമ്മുടെ ഇന്നത്തെ പ്രതികരണത്തിലുള്ള ചോദ്യം ഇതാണ്: രാഹുലിന് പകരം പിഷാരടിയെ നിർത്തിയാൽ എന്താവും? അതെങ്ങനെ പിഷാരടി ആകും? രാഹുൽ പിഷാരടിയായിട്ട് എന്താ ഇത്? രാഹുൽ നിൽക്കുന്ന സ്ഥലത്ത് രാഹുൽ തന്നെ നിന്നല്ലേ പറ്റുള്ളൂ. രാഹുൽ നിന്നാൽ ജയിക്കുകയും ചെയ്യും, കേരളത്തിൽ കോൺഗ്രസ് വരികയും ചെയ്യും. പക്ഷെ രാഹുലിനെ തഴഞ്ഞ കോൺഗ്രസ് പരാജയപ്പെടും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. രാഹുലിന് കഴിവുള്ള ആളാണ്. ജനഹൃദയങ്ങളിൽ ജനമനസ്സുകളിൽ സ്ഥാനമുള്ള ആളാണ്. ഭാവിയിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രമുഖ വ്യക്തിയായി തീരേണ്ടതാണ് രാഹുൽ. ആ രാഹുലിനെ കോൺഗ്രസ്സുകാർ തഴഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അളപ്പത്തിലാണ് വരാൻ പോണത്. അതിനകത്ത് ഒരു സംശയവും ഇല്ല. അതുകൊണ്ടൊരു കാര്യം, പിന്നെ രാഹുലിനൊരു കാര്യം, പാർലമെന്റ് ഇലക്ഷനിലൊന്നും ഇവരെ നമ്പി വിൽക്കുകയൊന്നും വേണ്ട. അത് ഇവർ പറ്റിക്കാൻ പറയണതാണ്. ഇത്തവണ എങ്ങനെയെങ്കിലും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറയണം. രാഹുൽ ജയിക്കും, അതിനകത്ത് ഒരു സംശയവും ഇല്ല. അല്ലാതെ പിഷാരടി വന്നാലൊന്നും പാലക്കാട് നടക്കില്ല. കേരളത്തിലെ ഏറ്റവും നല്ല പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം വളർന്നു വരണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അദ്ദേഹത്തിന് വേണം. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ്സുകാർ എനിക്കൊന്നും അവർക്ക് ഭരണം വേണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും. അല്ല പിന്നെ രാഹുലിനെ പോലുള്ളവർ തകണ എന്തിനാ? അല്ലേ സാറേ? അതെ. ഇപ്പൊ അതുപോലെ ഈ സതീശന്റെ തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകും? ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. കോൺഗ്രസ്സുകാരില് നല്ലൊരു വിഭാഗം ഇപ്പോഴും മാറി നിൽക്കണം. പിന്നെ ആളുകൾ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചേർത്തലെന്ന് വിളിക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം ഇത്രയും നാളും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ട് ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ സാധിക്കാത്ത ഒരാള് ഈ ഇപ്പൊ നടത്തിയിട്ട് എന്ത് കാര്യത്തിന്? അതുകൊണ്ട് ചേർത്തലെങ്ങും ഒരു രക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ BJP തോട്ടി, അതേ ഉള്ളൂ. അപ്പൊ എനിക്കിതേ പറയാനുള്ളൂ, എങ്ങനെയെങ്കിലും സാറ് വിചാരിച്ച് അദ്ദേഹത്തിന് നീറ്റ് മേടിച്ചു കൊടുക്കണം, അദ്ദേഹത്തെ അവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കണം. അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്യാനുള്ള എന്ത് വഴിയാലും സാറ് ചെയ്യണം. അതേ എനിക്ക് സാറിനോട് അപേക്ഷിക്കാനുള്ളൂ. കേട്ടോ സാറേ? ഇത് വയനാട്ടിൽ നിന്നാണ്. പേര് സുകുമാരൻ. ഹലോ സാറേ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ ഇന്നത്തെ പ്രതികരണത്തിനുള്ള ചോദ്യം ഇതാണ്: രാഹുലിന് പകരം കോമഡി പിഷാരടിയെ പാലക്കാട്ട് നിർത്തിയാൽ 8 നില പൊട്ടും. രാഹുലിന് പകരം പിഷാരടിയെ പാലക്കാട് നിർത്തി മത്സരിപ്പിച്ചാൽ 8 നിലയിൽ പൊട്ടും. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അവിടെ കൊണ്ടുവരണം. അത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആയി രാഹുലിനെ ഞങ്ങൾ കാണുന്നുണ്ട്. അത്രയ്ക്കും സമർത്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വഭാവവും മറ്റുള്ളവരോടുള്ള ഇടപഴകലും എല്ലാം അദ്ദേഹം പാലക്കാട്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാടുകാരുടെ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ് സാറേ. ഞാൻ പറയുന്നത് രാഹുലിനെ പാലക്കാട് തന്നെ നിർത്തി മത്സരിപ്പിക്കണം. എന്നിട്ട് അവിടെ ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. അവിടെ ജനകീയ കോടതി, പാലക്കാടിന്റെ ജനകീയ കോടതി വിധിക്കട്ടെ. രാഹുൽ നല്ലവനാണോ അല്ലയോ എന്നുള്ളത് അവിടുത്തെ ആ കോടതി, ജനകീയ കോടതി വിധിക്കും. ജനകീയ കോടതിക്ക് വിട്ടുകൊടുക്കുക. സ്ഥാനാർത്ഥിയായി രാഹുലിനെ തന്നെ നിർത്തി മത്സരിപ്പിക്കണം. അത് നടത്തുന്ന തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? എങ്ങനെ? സതീശൻ ഇപ്പൊ നടത്തുന്ന തേൻകണി യാത്രയുണ്ടല്ലോ, കേരളം മുഴുവൻ നടത്തുന്നേ, അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? കോൺഗ്രസിൽ നല്ല നല്ല ആൾക്കാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഈ പരിപാടി ഒരിക്കലും ഗുണം ചെയ്യില്ല. ഈ രാഹുലിനെതിരെ എടുത്ത ഈ നിലപാടിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളം മുഴുവൻ കനത്ത പ്രഹരം ഉണ്ടാകുമോ? ഉറപ്പായിട്ടുണ്ടാവും. ഞാനൊരു ഉറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ്. 42 വർഷമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. കോൺഗ്രസിനെ അങ്ങേയറ്റം കേരളത്തിൽ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരിലെ ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിൽ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ രാഹുലിനും സംഭവിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് മറ്റൊന്നുമില്ല. ഓരോരുത്തിമാരെ ഹോട്ടലിലൊക്കെ പോയി റൂം എടുത്തിട്ട് ക്ഷണിച്ച് വരുത്തി അവരുടെ കാര്യം സാധിച്ചതിന് ശേഷം ഇത്തരം പരിപാടി കൊണ്ട് നടക്കുന്നതൊക്കെ അങ്ങേറ്റത്തെ നാണക്കേടാണ്. അതിനൊക്കെ പകരം വീട്ടണമെങ്കിൽ രാഹുൽ പാലക്കാട് തന്നെ നിന്ന് മത്സരിച്ച് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുലിനെ പാലക്കാട് ഒന്ന് ഇട്ട് കിട്ടിയാൽ മതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.